നമസ്കാരം. രാവണൻ്റെ കൊട്ടാരത്തിൽ രാവണൻ വിളിച്ചു ചേർത്ത രാജസദസ്സ് ഒരു വാനരൻ വന്ന് നടത്തിയ ആക്രമണത്തെക്കുറിച്ചൊക്കെ വളരെ വ്യാകുലതകളോടെയാണ് വിഷയങ്ങൾ ചർച്ച ചെയ്തത്. ആ സമയം സീതാദേവിയെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം രാവണൻ്റെ സഹോദരൻ കുംഭകർണൻ വന്ന് പറഞ്ഞു മടങ്ങുകയുണ്ടായി. അത് കഴിഞ്ഞാണ് രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത് കടന്നു വന്ന് രണ്ട് മനുഷ്യരെയും വാനരരെയും വധിക്കുവാൻ തനിക്ക് അധിക സമയം വേണ്ട എന്നും രാവണൻ പരാജിതനായി പിൻവാങ്ങുന്ന സാഹചര്യം ശരിയല്ല എന്നുള്ള മട്ടിലൊക്കെയുള്ള ഇന്ദ്രജിത്തിൻ്റെ സംസാരം രാവണനിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി. ആ നിലയിലിരിക്കുമ്പോഴാണ് വിഭീഷണൻ കയറി വന്നത്. വിഭീഷണനെ വളരെ പ്രിയത്തോടുകൂടിയാണ് രാവണൻ പിടിച്ചടുത്തിരുത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഒരു സാത്വികനായ വിഭീഷണനോട് എപ്പോഴും രാവണൻ വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത്. വിഭീഷണൻ പല സംഭവങ്ങളും പല കഥകളും പറഞ്ഞ് രാവണനെ ഈ സീത അപഹരണം നടത്തിയ അവസ്ഥ തിരുത്തുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ശ്രീരാമദേവനും ലക്ഷ്മണനുമൊക്കെ ആരാണ് എന്നും ശ്രീരാമദേവൻ സാക്ഷാൽ ശ്രീനാരായണനാണെന്നും സീതാദേവിയെ നാം കരുതുന്നത് പോലെ കേവലം ഒരു സ്ത്രീ അല്ല എന്നും അത് മഹാലക്ഷ്മിയാണ് എന്നും വിഭീഷണൻ രാവണനോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ കാലയളവിൽ സർവപ്രതാപിയായി വാഴുന്ന രാവണനെ നിഗ്രഹിക്കുക എന്ന നിഗ്രഹ ലക്ഷ്യവുമായിട്ടാണ് ശ്രീഹരി ശ്രീരാമനായി അവതാരമെടുത്തിരിക്കുന്നത് എന്ന് വിഭീഷണൻ രാവണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് കേട്ട് രാവണൻ അങ്ങ് കോപിഷ്ഠനായി. രാവണൻ ചോദിച്ചു, വിഭീഷണ, നീ ബന്ധുവാണോ ശത്രുവാണോ? നീ എൻ്റെ സഹോദരനാണോ? നീ ശത്രുവിനെക്കുറിച്ച് വളരെ വാഴ്ത്തി സംസാരിക്കുന്നു. ശത്രുവിൻ്റെ മാഹാത്മ്യവും ശത്രുവിൻ്റെ മികവുമൊക്കെയാണ് നീ സംസാരിക്കുന്നത്. ഇവിടെ ഈ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ശത്രുക്കളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമെന്ന് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? രാവണൻ വിഭീഷണൻ പറഞ്ഞ കാര്യങ്ങളുടെ അനുകൂലാവസ്ഥ ഒന്നുമല്ല ചിന്തിക്കുന്നത്. അത് തന്നെ വ്യക്തിപരമായി ഹനിക്കാൻ വേണ്ടി വിഭീഷണൻ പറഞ്ഞതാണ് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വിഭീഷണൻ നേരെ വളരെ കോപത്തോടുകൂടി കോപിഷ്ഠനായി പ്രതികരിക്കാൻ തുടങ്ങി. നീ എൻ്റെ അനുജനാണോ? നിന്നെപ്പോലെ ഒരുവനാണോ എൻ്റെ അനുജനായി ഇതുവരെ ഇക്കാലം അത്ര ഇവിടെ വളർന്നു വന്നത്? നിന്നെ എങ്ങനെ വിശ്വസിക്കാനാവും? നീ
കൂടെ നിന്നുകൊണ്ട് ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ശത്രുവിനെ നേരിടാം. കൂടെ നിന്നുകൊണ്ട് ചതിപ്രയോഗം നടത്തുന്ന മിത്രത്തെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. നിന്നെ ഞാൻ ആ വിധത്തിൽ നോക്കിക്കാണുകയാണ്. നീ ചാരനാണോ? നീ ശത്രുവിൻ്റെ ചാരനാണോ? ഈ വിധം ഓരോ ആക്രോശങ്ങൾ രാവണന്റെ നാവിൽ നിന്നും ഉയർന്നു വന്നു. നീ പല കഥകളും പറഞ്ഞല്ലോ എന്നോട്. എന്നാൽ ഞാനൊരു കഥ പറയാം, നീ അത് കേൾക്ക്. ഒരിക്കൽ കാട്ടിൽ ആനയെ പിടിക്കുവാനായി കുറേ വേട്ടക്കാർ വന്നു. വേട്ടക്കാർ വന്നിങ്ങനെ ആനയെ പിടിക്കുവാനായി നോക്കുമ്പോൾ ആനക്കൂട്ടം ഇങ്ങനെ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ ആനക്കൂട്ടത്തിനിടയിലുള്ള മുതിർന്ന ആന ആനക്കൂട്ടത്തോട് പറഞ്ഞു, നമുക്ക് വേട്ടക്കാരെ ഭയക്കണ്ട. വേട്ടക്കാർ ഏതു വിധത്തിലായാലും നമ്മെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിൽ ചില അപ്പുറത്ത് പോയിട്ട് താപ്പാനകളായി വരുന്നുണ്ട്. താപ്പാനകളായി വരുന്ന ആനയെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ പിടിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലുള്ള ആനകളെ പിടിക്കുന്നത്. നമുക്കറിയില്ല, ആനയെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും താപ്പാനയാണ്. നേരത്തെ പിടിക്കപ്പെട്ട ആനയെ പരിശീലിപ്പിച്ച് താപ്പാനയാക്കിയതിന് ശേഷം ആ താപ്പാനയെ ഉപയോഗിച്ചുകൊണ്ടാണ് കാട്ടിലെ ആനകളെ പിടിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നത്. താപ്പാനയാണ് ഭയക്കേണ്ടത് എന്ന് പറഞ്ഞു. കൂട്ടത്തിലെ ഒന്ന് തന്നെ നമ്മെ വഞ്ചിക്കും എന്ന് ആനകളുടെ മുതിർന്ന ഗജവീരൻ പറഞ്ഞ സംഭവം ഞാൻ നിന്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ശത്രുവിനെ ഭയക്കണ്ട. ശത്രുവിൻ്റെ ഭാഗം ചേർന്ന് മിത്രഭാവേന ഇവിടെ നിൽക്കുന്ന നിന്നെയാണ് ഭയക്കേണ്ടത്, നിന്നെപ്പോലുള്ളവരാണ് ഭയക്കേണ്ടത്. നീ നിമിഷം ഈ രാജധാനി വിട്ടു പോകണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വധിക്കും. നിന്റെ കഥ ഞാനിപ്പോൾ കഴിക്കും. അപ്പോൾ വിഭീഷണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലയോ ഭ്രാതാവി, ജ്യേഷ്ഠ, അങ്ങ് എനിക്ക് പിതൃസമാനനാണ്. അങ്ങാണ് എൻ്റെ പിതാവും മാതാവും ഒക്കെയായി രക്ഷകനായി ഉള്ളത്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? തൊഴുത് നിന്നുകൊണ്ട് വിഭീഷണൻ ഇങ്ങനെ രാവണനോട് വളരെ ദുഃഖഭാവത്തിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കണ്ണുനീർ വാർത്തുകൊണ്ടാണ് പറയുന്നത്, അങ്ങ് നാം പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. യാതൊരു ദുഷ്ട ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടല്ല നാം അങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞത്. അങ്ങയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മയെ കരുതിയാണ് നാം ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദയവായി അങ്ങ് ക്ഷമിക്കണം. വിഭീഷണൻ എണീറ്റ് കരഞ്ഞുകൊണ്ട് രാവണനെ തൊഴുതുകൊണ്ട് രാവണന്റെ കാല് പിടിക്കാനായി ഇങ്ങനെ നമസ്കരിച്ചു. രാവണൻ, എഴുക്കടാ, ഇപ്പോൾ ഇവിടെ നിന്ന് പോയില്ല എങ്കിൽ നിന്നെ ഇപ്പോൾ ഞാൻ വധിക്കുക എന്ന് പറഞ്ഞ് വാളിൽ കൈവച്ചു. രാവണന്റെ സ്വഭാവം അറിയാം, വാളിൽ കൈവച്ചാൽ ചന്ദ്രഹാസമാണ്, അതെടുത്ത് വെട്ടിയാൽ അപ്പോൾ കഥ കഴിയും. അപ്പോൾ തന്നെ വിഭീഷണൻ തൊഴുതുകൊണ്ട് രാവണനോട്, രാജധാനിയോടും തൻ്റെ ഭാര്യയോടും മക്കളോടും ബന്ധുജനങ്ങളോടുമെല്ലാം മനസ്സാ വിട പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ആ രാജധാനിയിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചു.
വിഭീഷണൻ്റെ 5 മന്ത്രിമാർ കൂടെ വരാൻ തയ്യാറായി. വിഭീഷണൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ വിഭീഷണൻ്റെ മനസ്സിൽ വിനാശകാരി വിപരീത ബുദ്ധി എന്ന് രാവണൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇങ്ങനെ അശരീരി പോലെ തോന്നലുണ്ടായി. വിഭീഷണനും മന്ത്രിമാരും രാജധാനി വിട്ട് പുറത്തിറങ്ങി. ലങ്ക രാജ്യത്ത് പോലും കണ്ടുപോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജധാനിയിലല്ല, ലങ്ക രാജ്യത്ത് പോലും വിഭീഷണൻ കാലുകുത്തരുത്, കണ്ടുപോകരുതെന്നാണ് രാവണൻ പറഞ്ഞത്. അപ്പം രാജ്യത്തു നിന്ന് തന്നെ പോകണം എന്നാണ് അവസ്ഥ. വിഭീഷണൻ പുറത്തിറങ്ങി തൻ്റെ മന്ത്രിമാരുമായി സംസാരിച്ചു. തൻ്റെ ആയുധമായ ഗദ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ആകാശമാർഗെ സഞ്ചരിക്കുവാൻ രാക്ഷസർക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് വിഭീഷണനും സംഘവും ആകാശമാർഗെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. ഒപ്പം അവർ ആലോചിച്ചു, എവിടെ പോയാലും രാവണൻ എന്തെങ്കിലും പ്രതികൂലമായി കാര്യങ്ങൾ വല്ല സംഭവിച്ചാൽ അത് വിഭീഷണൻ മൂലമാകും എന്ന് കരുതിക്കൊണ്ട് വിഭീഷണനെ വകവരുത്തും. എവിടെ പോയാലും വകവരുത്തി, എവിടെ പോയാലും രാവണൻ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും വിഭീഷണൻ അപകടത്തിലേക്കാണ് എന്ന് വിഭീഷണൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ വിഭീഷണൻ അവസാനം മനസ്സിൽ ഒരു ധാരണയിലെത്തി. എന്നാൽ പോകുന്നത് ശ്രീരാമദേവൻ്റെ അടുത്ത് പോകുന്നതാണ്, ശ്രീരാമദേവൻ അഭയം പ്രാപിക്കുന്നതാണ് ഉചിതമായ കാര്യം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട്, കാരണം ശ്രീരാമദേവൻ്റെ അടുത്തെത്തുവാൻ രാവണന് കഴിയില്ല എന്ന് വിഭീഷണൻ അറിയാം. സാക്ഷാൽ ശ്രീഹരിയാണ്. ശ്രീരാമദേവൻ അഭയം തന്നാൽ അതിനപ്പുറമായ മറ്റൊരു സുരക്ഷയും വേറൊരിടത്തുമില്ല എന്നറിയാം. വിഭീഷണൻ തൻ്റെ മന്ത്രിമാരോട് ഈ വിഷയം സംസാരിച്ചു. അവർക്കും അതുതന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്ന അഭിപ്രായമായിരുന്നു. അവർ ആകാശമാർഗെ ശ്രീരാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് സഞ്ചരിച്ചു. ജയരാമ രാമ, ശ്രീരാമ രാമ, ജഗന്നാഥ, രാഘവ, ഇങ്ങനെ ശ്രീരാമസ്തുതികൾ ഉയർത്തുകൊണ്ട് അവർ ആകാശമാർഗെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആകാശമാർഗെ അവർ വരുമ്പോൾ കടൽക്കരയിൽ ഒരു വലിയ വാനര വൃന്ദം കൂടിയിരിക്കുന്നത് കണ്ടു. അവർ അവിടെ ഇറങ്ങി. അകലെ നിന്ന് ശ്രീരാമദേവനും ലക്ഷ്മണനുമൊക്കെ ഇരിക്കുന്നത് കണ്ടു. വിഭീഷണനും സംഘവും അവിടെ നിന്നുകൊണ്ട്, ദൂരെ നിന്നുകൊണ്ട് ജയരാമ രാമ, ശ്രീരാമ രാമ, ശ്രീരാഘവ, കരുണാവാരിധി, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു സംഘം 4-5 രാക്ഷസ രൂപികൾ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ച് വിളിച്ചു പറയുന്നത് കണ്ടപ്പോൾ ഇതാരാണ് എന്ന് അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. വാനരർക്ക് അന്വേഷിച്ചു. രാവണ സോദരനായ വിഭീഷണനാണ്, ഭഗവാനെ അഭയം പ്രാപിക്കുവാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. കള്ളത്തരമാണ്, വിശ്വസിക്കരുത്. രാവണൻ പല മാർഗങ്ങളും സ്വീകരിക്കും. മാരീചനെ മാനായി അയച്ച് സീതാദേവിയെ തട്ടിയെടുത്ത രാവണൻ രാക്ഷസന്റെ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കും. ഇപ്പോൾ തൻ്റെ അനുജനെ അയച്ച് ഇവിടെ അഭയം തേടുവാൻ ശ്രമിക്കുന്നത്, ശ്രീരാമദേവനെ കാണാൻ ശ്രമിക്കുന്നത് അഭയാർത്ഥിയായിട്ടില്ല, കയ്യിൽ ഗദയും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. യുദ്ധം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് വന്നിരിക്കുന്നത്. രാക്ഷസന്റെ പുതിയ അടവാണ്. ഒരു കാരണവശാലും അടുപ്പിക്കരുത്. വാനരന്മാർ പറഞ്ഞു, കൂട്ടം കൂടി എന്ന് പറഞ്ഞു. അവർ വളഞ്ഞിട്ട് വിഭീഷണനെയും സംഘത്തെയും ഉപദ്രവിക്കാൻ വരെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ സുഗ്രീവൻ്റെയോ ശ്രീരാമദേവൻ്റെയോ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സൈന്യത്തെ നയിച്ചു കൊണ്ടുവന്നത്, സൈന്യത്തെ അപ്പോൾ നയിക്കുന്നത്
ശ്രീരാമദേവനാണ്. ശ്രീരാമദേവൻ പറയാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വാനരന്മാർ ഇങ്ങനെ നിൽക്കണം, ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ച് നിൽക്കുക. ഇത് കേട്ട് ഈ വിഭീഷണൻ്റെ ഇങ്ങനെ വികാര വായ്പോടുകൂടിയുള്ള പ്രാർത്ഥനയും വിലാപവും കേട്ട് ശ്രീരാമൻ സുഗ്രീവനോടും സംഘത്തോടും ചോദിച്ചു, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ഒരു കാരണവശാലും രാവണ സഹോദരനെ വിശ്വസിക്കരുത്. ചതിയും വഞ്ചനയും മാത്രം കൈമുതലാക്കിയ രാക്ഷസ കുലത്തിൻ്റെ പ്രതീകമാണ് രാവണൻ. രാവണന്റെ സഹോദരനാണ് ഈ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ കഥ കഴിക്കണം. സുഗ്രീവനോടൊപ്പം ചേർന്നുകൊണ്ട് നീലനും ഗവയനും മറ്റ് വാനരസംഘവും ഒക്കെ തന്നെ ഈ അഭിപ്രായം പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ ഹനുമാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹനുമാൻ അവസാനം എണീറ്റ് ഹനുമാൻ പറഞ്ഞു, നമുക്ക് ഒന്ന് ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ എണീറ്റ് പറഞ്ഞു, നാം ലങ്കയിൽ പോയപ്പോൾ കണ്ട കാഴ്ച, ആ ലങ്കയിലെ കൊട്ടാരത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലയിൽ വ്യത്യസ്തനായി ജീവിക്കുന്ന വിഭീഷണനാണ്. വിഭീഷണൻ സദാസമയവും ശ്രീരാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈശ്വര സേവ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വിഭീഷണന്റെ മകൾ ത്രിജടയാണ് സീതാദേവിക്ക് കാവലായി നിൽക്കുന്നത്. മറ്റു രാക്ഷസിമാരിൽ നിന്ന് വ്യത്യസ്തയായി വളരെ സ്നേഹസ്വരൂപിണിയായ ഒരു സ്ത്രീയാണ് ത്രിജട. അപ്പോൾ വിഭീഷണനും വിഭീഷണന്റെ കുടുംബവും സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരെ രാവണന്റെ സഹോദരനായിപ്പോയി എന്നുള്ള പ്രശ്നം കൊണ്ട് അത്ര ദുഷ്ടനായ ഒരാളല്ല. മറ്റൊരു കാര്യം, നമ്മെ വധിക്കുവാനായി രാവണൻ തീരുമാനിച്ചു. ലങ്കയിൽ നമ്മെ പിടിച്ചുകെട്ടി മേഘനാഥൻ രാവണന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ നമ്മെ വധിക്കുവാനായി രാവണൻ തീരുമാനിച്ചു. രാവണൻ തീരുമാനിച്ചപ്പോൾ നമ്മെ വധിക്കരുതെന്നും നാം ദൂതുമായി വന്ന വ്യക്തിയാണെന്നും ദൂതനെ വധിക്കുന്നത് മര്യാദ അല്ല എന്നും അത് ധർമ്മനീതിക്ക് നിരക്കുന്നതല്ല എന്നുമൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് വിഭീഷണനാണ്. അങ്ങനെയാണ് നമ്മെ വധിക്കുന്നതെന്ന് രാവണൻ പിൻവാങ്ങുകയും പകരം നമ്മുടെ പുച്ഛത്തിൽ തീ കൊളുത്തി വിടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിഭീഷണൻ പറയുന്നത് വിശ്വസിക്കണം, വിഭീഷണൻ നാം കേൾക്കണം എന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീരാമദേവൻ പറഞ്ഞു, അതാണ് ശരി, മാരുതി പറഞ്ഞതാണ് ശരി. നമ്മെ അഭയം തേടി വരുന്ന ഒരാളിനെ, അത് ഏതൊരു വ്യക്തിയായാലും ആ അഭയം തേടി വരുന്ന ആളിൻ്റെ വർത്തമാനം കേൾക്കുവാൻ നാം തയ്യാറാകണം. അപ്പോൾ ശ്രീരാമദേവൻ ആ നിലപാടെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവരും അതിന് അനുകൂലമായി മാറി. ശ്രീരാമദേവൻ പറഞ്ഞു, വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം പോയി വിഭീഷണനെയും സംഘത്തെയും കൂട്ടിക്കൊണ്ടുവന്നു. വിഭീഷണൻ വന്ന് വിഭീഷണൻ കണ്ടപാടെ ഭഗവാന് മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം, ദണ്ഡ നമസ്കാരം ചെയ്തു. പ്രാർത്ഥനയോടുകൂടി ജയ രാമ 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 ജയ രാമ രാമ രാഘവ കാരുണ്യമൂർത്തി എന്നൊക്കെ ചൊല്ലിക്കൊണ്ട് ഭഗവാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഭഗവത് ശ്രീഹരിയെ നേരിട്ട് കാണുവാൻ കഴിയുന്ന അത്രയും വലിയ ഭാഗ്യമാണ് ഭഗവാൻ ശ്രീരാമനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒരു പുണ്യം മറ്റൊന്നില്ല. ദേവനെ നേരിട്ട് കണ്ടു, ദേവന് മുന്നിൽ നമസ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഭാഗ്യം
വിഭീഷണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ഇങ്ങനെ ശ്രീരാമനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ശ്രീരാമസ്തുതി ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. പല വിധത്തിലുള്ള ശ്രീരാമസ്തുതികൾ ഇങ്ങനെ ചൊല്ലുകയാണ്. അത് കേട്ടുകൊണ്ട് ശ്രീരാമൻ വളരെ സന്തുഷ്ടനായി. ശ്രീരാമൻ പറഞ്ഞു, വിഭീഷണനോട് പറഞ്ഞു, വിഭീഷണൻ ചൊല്ലിയതും പറഞ്ഞതുമൊക്കെ നമുക്ക് സന്തോഷമായി. ലങ്കയിൽ ഉണ്ടായ സംഭവമൊക്കെ വിഭീഷണൻ ശ്രീരാമദേവനോട് പറഞ്ഞു, ഇങ്ങനെ പുറത്താക്കപ്പെട്ടതും വേറൊരു സ്ഥലവും പോകാനില്ല എന്നുള്ളതുകൊണ്ട് സുരക്ഷിതമായ സ്ഥലം ഇവിടെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുമാണ് ഇവിടെ വന്നു ചേർന്നതെന്ന് വിഭീഷണൻ പറഞ്ഞു. അങ്ങയുടെ സന്നിധിയിലെത്തിയാൽ ജീവൻ അപകടമില്ല എന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അഭയം തരണം കരുണാനിധി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശ്രീരാമദേവൻ പറഞ്ഞു, വിഭീഷണൻ ഇവിടെ നമ്മുടെ ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച ശേഷം ശ്രീരാമദേവൻ പറഞ്ഞു, വിഭീഷണനെ ലങ്കയുടെ രാജാവായി നാം അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ലക്ഷ്മണനെ വിളിച്ച് വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യിക്കുവാനുള്ള നടപടികൾ നടത്തുവാൻ നിർദ്ദേശിച്ചു. ലക്ഷ്മണൻ അതിനേക്കൊണ്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ മറ്റുള്ള വാനരർ എല്ലാവരും തന്നെ അതിനൊപ്പം ചേർന്ന് വളരെ രാജകീയമായി, രാജോചിതമായി വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തു. ആ മുഹൂർത്തം ദേവന്മാരും ഗന്ധർവന്മാരും മറ്റ് ദേവഗണങ്ങളിൽപ്പെട്ടവരെല്ലാം നോക്കി നിന്നുകൊണ്ട് അവരെല്ലാം തന്നെ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അത്തരത്തിലൊരു മുഹൂർത്തം വിഭീഷണനെ സാക്ഷാൽ ശ്രീരാമദേവൻ്റെ അനുഗ്രഹത്താൽ അനുജൻ അഭിഷേകം ചെയ്യുന്ന ഒരു മുഹൂർത്തം വിഭീഷണന് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമായ സൗഭാഗ്യമായി വിഭീഷണൻ അനുഭവപ്പെട്ടു. സർവവും ഉപേക്ഷിച്ച് രാജ്യവും പട്ടവും ഭാര്യയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് വന്ന വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കിയിരിക്കുകയാണ്. അപ്പം ലങ്കയിലെ രാജാവാക്കിക്കൊണ്ടാണ് വിഭീഷണനെ ശ്രീരാമ പക്ഷത്ത് നിലനിർത്തുന്നത്. അത് കഴിഞ്ഞ് സ്വർഗീയൻ വിഭീഷണ രാജാവേ എന്ന് വിളിച്ച് വിഭീഷണനോട് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് തുടർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇത്രയധികം വാണ്ട സൈന്യത്തെ കടൽ കടത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സാഹസികമായ ഒരു ദൗത്യമാണ്. ഇതിനെന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയായി. ഇപ്പം ശ്രീരാമദേവൻ്റെ അടുത്ത് ഇവർ ചെന്നപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കൂ, എന്താ വേണ്ടതെന്നുള്ളത് ആലോചിച്ച് പറയാൻ പറഞ്ഞു. ഇവരെല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുകയും അവർ ആലോചനയിൽ മുഴുകുകയും ചെയ്തു. ആലോചനയിൽ മുഴുകി പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതിനിടയിൽ ശ്രീരാമദേവൻ കടൽ കടന്ന് അപ്പുറം പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിൽ എന്ത് വേണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വരുണദേവനെ
പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു, വരണദേവനുമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു.